നമസ്കാരം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ കോർപ്പറേഷന്റെ കൂർക്കഞ്ചേരി സോണൽ ഓഫീസ് നവീകരണത്തിന്റെ ഭാഗമായി നെടുവഴിയിലേക്ക് മാറ്റുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സോണൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. കൊരട്ടിയിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെ ചുമതല കൈമാറുന്നതിന് ചേർന്ന ഭാരവാഹികളുടെ യോഗം അലങ്കോലമായി. MLA അടക്കമുള്ള നേതാക്കളെ തടഞ്ഞുവെച്ചു. ഇതോടെ കൊരട്ടി പഞ്ചായത്തിലെ കോൺഗ്രസിൽ കലഹം രൂക്ഷം. തൃശൂർ പടിഞ്ഞാറേക്കോട്ട പൂങ്കുന്നം റോഡിൽ ഫുട്പാത്തിൽ പൊതു ശൌചാലയങ്ങൾ നിർമ്മിക്കുന്നുവെന്ന് ആരോപണം. കോർപ്പറേഷനെതിരെ പരാതിയുമായി പരിസരവാസികൾ. ഇബ്രാഹിം നബിയുടെ ത്യാഗസ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ നാളെ ബലിപ്പെരുന്നാൾ ആഘോഷിക്കും. പെരുന്നാൾ നമസ്കാരത്തിനായി പള്ളികളും ഈദ്ഗാഹുകളും ഒരുങ്ങി. മുൻ KPCC പ്രസിഡന്റും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ചു. 95 വയസ്സായിരുന്നു. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് 1:30 തൈക്കാട് ശാന്തി കവാടത്തിൽ. നടൻ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് ചാക്കോ വാഹനാപകടത്തിൽ മരിച്ചു. അപകടത്തിൽ ഷൈനിനും സഹോദരനും അമ്മയ്ക്കും ഡ്രൈവർക്കും പരിക്കേറ്റു. വടക്കാഞ്ചേരി കുമരനെല്ലൂരിൽ താമസക്കാരില്ലാത്ത വീട് കുത്തിത്തുറന്ന് മോഷണം. കറുവണ്ണ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ശ്രീദേവി നിവാസിൽ ഗോപിനാഥന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. മോഷണത്തിന്റെ ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണന്റെ 84ാം പിറന്നാളിനോടനുബന്ധിച്ചുള്ള സ്നേഹവിരുന്ന് തൃശൂരിൽ നടന്നു. കൗസ്തുഭം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖർ തേറമ്പിലിന് ആശംസകളുമായെത്തി. ദേശീയപാത വാണിയംപാറയിൽ ഡിവൈഡറിലിടിച്ച് ജീപ്പ് മറിഞ്ഞു. കൊല്ലം പത്തനാപുരത്തു നിന്നും നിലമ്പൂരിലേക്ക് ഇലക്ഷൻ വർക്കിനായി പോകുന്ന ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കുന്നംകുളം ആനായിക്കൽ കിണറിന്റെ തുടിക്കാലിൽ വയോധികനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ആനായിക്കൽ മണിയന്ത്ര വീട്ടിൽ കുഞ്ഞാപ്പൂവിന്റെ മകൻ 63 വയസ്സുള്ള സുബ്രഹ്മണ്യനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കേരള ലോട്ടറിയുടെ സമ്മാനഘടന വീണ്ടും പരിഷ്കരിച്ചു. കഴിഞ്ഞ മെയ് 2 സമ്മാനഘടന മാറ്റിയതിനെ തുടർന്ന് ലോട്ടറി വിൽപ്പനക്കാർക്കിടയിൽ വൻ പ്രതിഷേധമുയർന്നിരുന്നു. ആശമാരോടുള്ള സംസ്ഥാന സർക്കാരിന്റെ നിരന്തര അവഗണനയ്ക്കെതിരെ ആശാ വർക്കേഴ്സ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിദിനം ആചരിച്ചു. INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. എടത്തുരുത്തി പഞ്ചായത്ത് മുൻ പ്രസിഡന്റും CPM നേതാവുമായിരുന്ന VK കുമാരന്റെ 14ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് അനുസ്മരണം സംഘടിപ്പിച്ചു. ചന്ദ്രാപിന്നിയിൽ നടന്ന അനുസ്മരണ സമ്മേളനം CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. അരിമ്പൂർ സെന്റ് അൽഫോൺസ ഹയർ സെക്കൻഡറി സ്കൂളിലെ അവാർഡ് ഡേ തൃശൂർ ക്രൈംബ്രാഞ്ച് DYSP സുരേന്ദ്രൻ മങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ റോയ് ജോസഫ് വടക്കൻ അധ്യക്ഷത വഹിച്ചു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച തിരുഹൃദയ പാരിഷ് ഹാളിന്റെ വെഞ്ചരിപ്പും ഉദ്ഘാടനവും ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. വികാരി ഫാദർ ജോഷി ആളൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ജീസ് അക്കരപ്പറ്റേക്കൽ, ഫാദർ മനോജ് കിഴൂർ മുട്ടിക്കൽ തുടങ്ങിയവർ സഹകാർമ്മികരായി. എടത്തിരുത്തി പഞ്ചായത്തിൽ സമഗ്ര പച്ചക്കറി ഉൽപാദന യജ്ഞത്തിന്റെ ഭാഗമായി പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. പെരുമ്പടപ്പ GLP സ്കൂളിൽ നടന്ന ചടങ്ങിൽ എടത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു. കർഷക തൊഴിലാളി യൂണിയന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ KS ശങ്കരന്റെ 1ാം ചരമവാർഷിക ദിനം KSKTU ഓട്ടുപാറ മേഖലാ കമ്മിറ്റി ആചരിച്ചു. KSKTU ഏരിയ ട്രഷറർ PN അനിൽകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. വെള്ളാങ്കല്ലൂർ ചീപ്പുംചിറയിലെ മാലിന്യം നീക്കം ചെയ്യുന്നതിന് നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കരൂപ്പടന്ന കനോലി കനാലിന്റെ തീരത്തുള്ള ചീപ്പുംചിറ വിനോദസഞ്ചാര കേന്ദ്രം നിരവധി പേരാണ് കാണാനെത്തുന്നത്. +2 പരീക്ഷയിൽ മുഴുവൻ മാർക്ക് നേടിയ AR കൃഷ്ണരാജിനെ വീട്ടിലെത്തി ബെന്നി ബെഹന്നാൻ MP അനുമോദിച്ചു. കൃഷ്ണരാജിന്റെ കാവനാട്ടുള്ള വീട്ടിലെത്തിയാണ് MP ഉപഹാരം നൽകി അനുമോദിച്ചത്. എടത്തുരുത്തി പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി SC വിദ്യാർത്ഥികൾക്ക് മേശയും കസേരയും വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു.
എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് ഹൈസ്കൂൾ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ അലോസയുടെ കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഞായറാഴ്ച തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ കരിവിൻ കരം പദ്ധതിയുടെ ഉദ്ഘാടനവും മെഗാ ഷോയും സംഘടിപ്പിക്കും. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. കർഷക തൊഴിലാളി യൂണിയൻ നേതാവായിരുന്ന KS ശങ്കരന്റെ ഒന്നാം ചരമദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിൽ വിവിധയിടങ്ങളിൽ KSKTU പച്ചക്കറി കൃഷി ആരംഭിച്ചു. ജില്ലാതല ഉദ്ഘാടനം താന്യം കിഴുപ്പള്ളിക്കരയിൽ CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ നിർവഹിച്ചു. ശക്തമായ മഴയിലും കാറ്റിലും അയൽവാസിയുടെ തെങ്ങ് വീണ് ഭാഗികമായി കേടുപാട് സംഭവിച്ച വീടിന് ഇൻഷുറൻസ് ആനുകൂല്യമോ നഷ്ടപരിഹാരമോ കിട്ടിയില്ലെന്ന പരാതിയുമായി വീട്ടുടമ രംഗത്ത്. കടുപ്പശ്ശേരി സ്വദേശി കുന്നത്തുപറമ്പിൽ പോളും ഭാര്യ സബിതയുമാണ് തൃശൂരിൽ പരാതി ഉന്നയിച്ചത്. ഉത്സവങ്ങൾക്ക് ആനയിടഞ്ഞുണ്ടാകുന്ന അക്രമങ്ങൾക്കും നാശനഷ്ടങ്ങൾക്കുമുള്ള ബാധ്യത ഉടമയ്ക്കും പാപ്പാന്മാർക്കുമാണെന്ന കോടതി ഉത്തരവിനെതിരെ ആനയുടമകളും പാപ്പാന്മാരും രംഗത്ത്. സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ആനയുടമകൾ. വിദ്യാഭ്യാസ വായ്പയിലെ മുഴുവൻ തുകയും അടച്ചിട്ടും വായ്പ ക്ലോസ് ചെയ്തു തരുന്നില്ലെന്ന് ആക്ഷേപം. കളക്ടർക്കും പോലീസിലും പരാതി നൽകി ഒല്ലൂർ സ്വദേശികളായ ദമ്പതികൾ. പേരാമ്പ്ര സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ ഈ മാസം 15-ന് ആഘോഷിക്കും. 11,000 പേർക്കാണ് ഊട്ടുതിരുനാളിന് നേർച്ച ഭക്ഷണം ഒരുക്കുന്നത്. എരുമപ്പെട്ടി പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ തെങ്ങിൻ തൈകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കർഷക തൊഴിലാളി യൂണിയൻ നേതാവായിരുന്ന KS ശങ്കരന്റെ ഒന്നാം ചരമവാർഷിക ദിനാചരണം KSKTU മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. എളവള്ളിയിൽ നടന്ന അനുസ്മരണ യോഗം CPM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ ഉദ്ഘാടനം ചെയ്തു. ആനന്ദപുരം ശ്രീരാമ ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠയുടെ ഭാഗമായുള്ള നവീകരണ കലശം തുടരുന്നു. പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി അണിമംഗലം നാരായണൻ നമ്പൂതിരി, മേൽശാന്തി ചമ്രവട്ടം അരുൺ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിക്കും. ഞായറാഴ്ചയാണ് പുനഃപ്രതിഷ്ഠ. ലഹരി എന്ന മഹാവിപത്തിനെതിരെയുള്ള ഹ്രസ്വചിത്രം നിർമ്മാണം പൂർത്തിയായി. പാവറട്ടി MUA ലോവർ പ്രൈമറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും മാതാപിതാക്കളും ചേർന്നാണ് ചിത്രമൊരുക്കുന്നത്. നടത്തറ പഞ്ചായത്ത് യോഗത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ കോൺഗ്രസ് പഞ്ചായത്ത് അംഗത്തെ ആക്രമിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ പൊതുയോഗവും നടത്തി. പൂച്ചട്ടി സെന്ററിൽ നടത്തിയ പ്രതിഷേധ യോഗം DCC അംഗം KC അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. ബലിപെരുന്നാളിന്റെ വരവറിയിച്ച് പാടൂർ അലിമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈദ് ഫെസ്റ്റ് നടന്നു. PTA പ്രസിഡന്റ് RH ഹാരിസ് ഈദ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ MLA UR പ്രദീപ് ഉപഹാരം നൽകി ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത അധ്യക്ഷയായി. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.